അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ചിന്ത ഹൃദയത്തിൽ നൽകുന്ന വിജ്ഞാനമാണ് മൂല്യമുള്ള വിജ്ഞാനം. ഈ മഹാപ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് പഠിപ്പിക്കുന്ന വിജ്ഞാനം, ഈ മഹാപ്രപഞ്ചത്തിനെ പരിപാലിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് പഠിപ്പിക്കുന്ന വിജ്ഞാനം, ആ റബ്ബിനനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന വിജ്ഞാനം, അതാണ് മഹത്തരമായ വിജ്ഞാനം. മറ്റുള്ള വിജ്ഞാനങ്ങളെല്ലാം എത്തിച്ചേരേണ്ടത് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിലേക്കാണ്. ഈ ഗോളങ്ങൾ വെറുതെ ഉണ്ടായതല്ല. ഈ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളൊന്നും വെറുതെ ഉണ്ടായതല്ല. ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ചരിത്രത്തിലൂടെ എത്തിച്ചേരേണ്ടത് അള്ളാഹുവിലേക്കാണ്. ഗോളശാസ്ത്രം പഠിക്കുന്ന ഒരാൾ എത്തിച്ചേരേണ്ടത് അള്ളാഹുവിലേക്കാണ്. ഭൗതിക ശാസ്ത്രങ്ങൾ പഠിക്കുന്ന ഒരാൾ എത്തിച്ചേരേണ്ടത് അള്ളാഹുവിലേക്കാണ്. ജോഗ്രഫി ആകട്ടെ, ഹിസ്റ്ററി ആകട്ടെ, ഫിസിക്സ് ആകട്ടെ, കെമിസ്ട്രി ആകട്ടെ, ഏതെല്ലാം ശാഖകളുണ്ടോ അതെല്ലാം ഒരു മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങളെ എത്തിക്കേണ്ടത് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഓൾമൈറ്റി, ഇതിന്റെ എല്ലാം സൃഷ്ടാവ്, നിയന്ത്രിതാവ്, ഇതിനെല്ലാം പരിപാലിക്കുന്ന ഒരു റബ്ബ്, ആ റബ്ബുണ്ട് എന്നതിലേക്കാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തിക്കുന്ന വിജ്ഞാനങ്ങളിൽ നിന്ന് നമ്മൾ പിന്നിലേക്ക് നടന്നു. പകരം മനുഷ്യന്റെ മനസ്സിൽ വികലമായ ചിന്തകൾ വിദ്യാഭ്യാസത്തിന്റെ മറവിലൂടെ അവതരിപ്പിക്കുവാനുള്ള ചില പ്രത്യേക താല്പര്യങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഈ അടുത്ത സമയത്തൊക്കെ നമ്മൾ വായിച്ചില്ലേ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ചിരുത്തിയിട്ടൊരു പഠനം, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ചിരുത്തിയിട്ടുള്ള പഠനം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വേഷം ഒന്നിച്ചാക്കണം. അപ്പോഴൊക്കെയും ഇവിടെ ബുദ്ധിയുള്ള മനുഷ്യർ പറഞ്ഞു, ഈ സദാചാര ബന്ധങ്ങളുടെ, സദാചാരങ്ങളുടെ, നിയമങ്ങളുടെ അതിർത്തികളും വേലികളും പൊളിച്ചു കളയാൻ പാടില്ല. ഈ 2 ദിവസം മുമ്പല്ലേ 16 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി 14കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത് അവസാനം ആ കുട്ടിയുടെ മരണത്തിലേക്ക് റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയത്. ആണും പെണ്ണും ഒന്നിച്ചിരുന്ന് പഠിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ ബന്ധങ്ങളുടെ ഇടയിലുള്ള വേലിക്കെട്ട് പൊളിച്ചു കളയരുതേ എന്ന് പറയുമ്പോൾ പരിഹസിക്കുന്നവരുണ്ട്. ലിബറൽ ആശയങ്ങളെ ചെറിയ കുട്ടികളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ച് ഇവിടെ ഒന്നും നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല, സ്ത്രീയും പുരുഷനും രണ്ടും ഒരുപോലെയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഇടപാടുകൾ നടത്താമെന്ന തലത്തിലേക്ക് പഠനങ്ങൾ കൊണ്ടുപോയവർ ആ മയ്യിത്തിന് ഉത്തരവാദിത്വം പറയേണ്ടവരാണ്. ആണും പെണ്ണും തമ്മിലുള്ള വേർതിരിവുകൾ കൃത്യമായി മനസ്സിലാക്കി സദാചാര ബോധത്തോടു കൂടി തന്നെയാണ് പഠനങ്ങൾ നടക്കേണ്ടത്. ആണും പെണ്ണും ഒന്നിച്ചിരുന്ന എന്താ കുഴപ്പം? ഉസ്താദുമാർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. നോക്കൂ, 16കാരൻ 14കാരിയെ ലൈംഗികമായി നശിപ്പിച്ച് റെയിൽവേ ട്രാക്കിൽ വലിച്ചെറിഞ്ഞതിന്റെ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചത്. ഈ 16കാരൻ എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +1നോ +2നോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. 14കാരി എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു മകൾ. ഈ വേർതിരിവുകളൊക്കെ പൊളിച്ചു കളയാ. ആ വേർതിരിവുകൾ പൊളിച്ചു കളഞ്ഞിട്ട് അതിന്റെ മറവിലൂടെ ലിബറൽ ആശയങ്ങളെ കുട്ടികളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുക. പടച്ചവനൊന്നുമില്ല, സമൂഹത്തെ ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോ. അതിന് കിട്ടുന്ന ഉത്തരങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. ഗർഭിണിയായ 9ാം ക്ലാസ്സുകാരിയായ മകൾ, 9ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി ഗർഭിണിയായത് പത്രങ്ങളിൽ വായിക്കുന്നവരല്ലേ. എന്തുകൊണ്ട് സംഭവിച്ചു? ധാർമ്മികത പഠിപ്പിക്കേണ്ടയിടത്ത് ധാർമ്മികത പഠിപ്പിക്കാതെ ഏതൊക്കെയോ മോശപ്പെട്ട ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആണിനെയും പെണ്ണിനെയും ഒന്നിച്ചുയർത്തി കാണിച്ച, ആണിന് ആണിൻ്റെതായ ധർമ്മവും പെണ്ണിന് പെണ്ണിൻ്റെതായ ധർമ്മവും ലോകത്തുണ്ട്. അത് രണ്ടും വ്യത്യസ്തങ്ങളായ സൃഷ്ടികളാണ്. ആ 2 വ്യത്യസ്തങ്ങളായ സൃഷ്ടികൾ ഒന്നിച്ചുകൂടിയാണ് ഇവിടെ മനോഹരമായ ജീവിതത്തെയും കുടുംബത്തെയും കെട്ടിപ്പടുക്കുന്നത്. അതിനിടയിലുണ്ടാകേണ്ട അതിർവരമ്പുകളുണ്ട്. ആ വരമ്പുകളെ പൊളിച്ചു കളഞ്ഞതിൻ്റെ സങ്കടകരമായ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഉപദേശിക്കാൻ ചെന്നാലോ, ആരെങ്കിലും ഒരാൾ ഒരു ഉപദേശിയായി അല്ലെങ്കിൽ ഒരു സദാചാര ബോധത്തോടു കൂടി ഒരു വിഷയത്തിൽ ഇടപെട്ടാലോ, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട, നിങ്ങളുടെ ഉപദേശം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന തലത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുമ്പോൾ ഇതുപോലെയുള്ള വാർത്തകൾ ഇനിയും വരാനുണ്ട്. സ്കൂളുകളിൽ നിന്ന്, കോളേജുകളിൽ നിന്ന് ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ ഇനിയും വരാനുണ്ട്. അങ്ങനെ ഒരു കാലം വരുമെന്നല്ലേ നമ്മുടെ മക്കളുടെ ഈമാൻ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. നന്മ ചെയ്യാൻ ആളില്ലാത്ത കാലം വരുമെന്നല്ലേ
മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നൊരു ഹദീസ് ഇമാം അബൂ ദാവൂദ്, നസായി തുടങ്ങി മഹാന്മാരായ ഇമാമിങ്ങളൊക്കെയും ഉദ്ധരിച്ചിട്ടില്ലേ? ഒരു കാലത്ത് നന്മ ചെയ്യുമ്പോ നിങ്ങളിൽ 50 ആളുകളുടെ പ്രതിഫലം ആ നന്മ ചെയ്തവന് ലഭിക്കുന്ന കാലം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ സ്വഹാബത്ത് ചോദിച്ചില്ല, നബിയേ, ഞങ്ങളിൽ 50 പേരാണോ അതോ അവരിൽ 50 പേരാണോ? നിങ്ങളിൽ 50 പേർ സ്വഹാബത്തിനെ ചൂണ്ടിയിട്ടാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ദീനിന് സർവ്വതും സമർപ്പിച്ച 50 പേരാകുന്ന സ്വഹാബത്തെന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ സച്ചരിതരായ കൂട്ടുകാരോടാണ് നിങ്ങളുടെ പ്രതിഫലം അവർക്ക് നൽകുന്ന കാലം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എന്താണ് അതിന്റെ കാരണം? അന്ന് നന്മ ചെയ്യണമെന്ന് വിചാരിച്ചാലും ചെയ്യാൻ പ്രയാസങ്ങൾ ഉണ്ടാവും, അതിന് കൂടെ നിൽക്കാൻ ഒരാൾ ഉണ്ടാവുകയില്ല. എന്നിപ്പോ നിങ്ങൾ നോക്കൂ, നന്മ ചെയ്യുന്ന ആളിനെ എപ്പോഴും 2ാം സ്ഥാനത്താണ് കാണുക. കഞ്ചാവ് വലിക്കാത്ത ചെറുപ്പക്കാരൻ, അവനൊന്നും ഒരു ചെറുപ്പക്കാരനല്ല. കഞ്ചാവ് വലിക്കാത്ത ചെറുപ്പക്കാരനൊന്നും ഒരു ചെറുപ്പക്കാരനല്ല. പുതിയ കാലത്തെ നെറേറ്റീവ് അങ്ങനെയാണ്. ലഹരി ഉപയോഗിക്കാത്തവൻ, ഒരു പെണ്ണുമായി ബന്ധമില്ലാത്തവൻ, അതൊന്നും ഒരു ചെറുപ്പക്കാരനായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. പുതിയ കാലത്ത് തിന്മ ചെയ്യുന്നവർക്ക് മുൻതൂക്കം വരുന്ന കാലം. നന്മകളെക്കാൾ തിന്മ ചെയ്യുന്നവർക്കാണ് മുൻതൂക്കം. അവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ മക്കൾ വളരുന്നത് ഈ കാലഘട്ടത്തിലാണ്. അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളെ, സ്വാലിഹ്യങ്ങളെയും ദർസുകളെയും ഒക്കെ പരിചയപ്പെടുത്തി അത്തരം സംവിധാനങ്ങളിലൂടെ അവരെ നന്നാക്കി വളർത്തിയെടുക്കണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. നന്മ ചെയ്യാൻ പ്രയാസപ്പെടുന്നൊരു കാലം, നന്മ ചെയ്താൽ പോലും അതിനൊരു സഹായിയായി ഒരാൾ കൂട്ടായി ഇല്ലാത്ത കാലം. നല്ല ചെറുപ്പക്കാരനാണ്, അവൻ വേറൊരു കാര്യത്തിനുമില്ല. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇന്ന് അങ്ങനത്തെ ചെറുപ്പക്കാർ ആവശ്യമുണ്ടോ? കല്യാണം അന്വേഷിച്ചിറങ്ങി നോക്കൂ, എന്താ ചെറുപ്പക്കാരൻ്റെ ക്വാളിറ്റി? നിര്യാണിക്ക് മേലെ പാൻറ്, 5 വഖത്ത് നിസ്കാരത്തിന് പള്ളിയിൽ പോകും, സിനിമയ്ക്ക് പോകൂല, രാത്രി പബ്ബുകളില്ല, ഹറാമുകളില്ല. പെൺകുട്ടികൾ പറയും വേണ്ട, അത്രയും ഔലിയാക്കളിൽപ്പെട്ട മനുഷ്യനെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ആരെയാ വേണ്ടത്? കഞ്ചാവ് അടിക്കുന്നവനെ വേണം. പെണ്ണുപിടിയന് പെണ്ണ് കിട്ടും, പക്ഷേ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നവന് പെണ്ണില്ലാത്ത കാലം. ഇന്ന് സ്വന്തമായി നന്നായി നല്ല രീതിയിൽ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചെറുപ്പക്കാർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികളില്ല. പക്ഷേ ഈ തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ മോശത്തരങ്ങളിൽ ഇടപെടുന്ന ആളുകൾക്ക്, അവരുടെ കൂടെ ചുറ്റിക്കറങ്ങാനും അടിച്ചു പൊളിക്കാനും ഒക്കെ പെൺകുട്ടികൾ താല്പര്യപ്പെടുന്ന കാലത്താണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെയാണല്ലോ എല്ലാം, അങ്ങനെയാണല്ലോ. ഇനി ഒരു വാപ്പ പറയാണ്, എൻ്റെ മകളുടെ കല്യാണം ഞാൻ വളരെ സന്തോഷകരമായി പള്ളിയിൽ വെച്ച് അതിൻ്റെ നിക്കാഹും അതിന് പുറത്തു വെച്ച് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടൊരു ഭക്ഷണവും കൊടുത്ത് നടത്താം. ആ കല്യാണത്തിന് താല്പര്യമില്ല, അത് പറ്റൂല. ബ്രൈഡൽ ഷവർ മുതൽ ഇങ്ങോട്ട്, സേവ് ദ ഡേറ്റും ബ്രൈഡൽ ഷവർ മുതൽ 5-6 ദിവസം ആടിപ്പാടി കൂത്തടിച്ച് നടത്തുന്ന കല്യാണം ഉണ്ടോ? ഇതിലേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. ഇതിലേത് കല്യാണത്തിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് പുതിയ ആളുകൾക്ക്? പള്ളിക്കകത്ത് വെച്ച് നിക്കാഹ്, പുറത്തിറങ്ങിയാൽ ഭക്ഷണം കഴിച്ച് അവിടുന്ന് പോകാം, പറ്റൂല. നമുക്ക് വേണ്ടത് ആട്ടവും പാട്ടും ഡാൻസും എല്ലാം കൂടിയ കല്യാണം. മഞ്ഞ കല്യാണം മുതൽ ഇങ്ങോട്ട്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പലയിടത്തും പ്രസംഗിക്കാറുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹൈന്ദവ സഹോദരങ്ങളുടെ ആചാരമാണ് മഞ്ഞ കല്യാണം ഉൾപ്പെടെയുള്ളത്. അതൊക്കെയാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന പള്ളിയിൽ 1ാം സഫിൽ വന്ന് സുജൂദിൽ കിടക്കുന്ന ആജിയാരുടെ വീട്ടിലെത്തിയത്. നിങ്ങൾ ആലോചിച്ചു, എത്ര വലിയ ദുരന്തമാണ്. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഗവേഷണത്തിലാണ് നമ്മുടെ കല്യാണ ചടങ്ങുകൾ എങ്ങനെ നമുക്ക് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാം. 30,000 രൂപ 20,000 രൂപ മുതൽ തുടങ്ങുന്ന മേക്കപ്പുകൾ, ദിവസങ്ങളോളം, അന്നത്തെ ദിവസം നിസ്കാരമൊന്നുമില്ല, മേക്കപ്പുകൾ, മറ്റ് സംവിധാനങ്ങൾ, ഫോട്ടോഷൂട്ടുകൾ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കല്യാണത്തിലെത്തുക. ഇന്ന് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മകളുടെ വിവാഹം നടത്താൻ വിചാരിച്ചാൽ അത് കഴിയാത്ത അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം കൊണ്ടെത്തിക്കുകയാണ്. ഇസ്ലാമിൽ വിവാഹം വളരെ ലളിതമാണ്. ലളിതമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട മാർഗത്തിൽ നമുക്കൊരു കല്യാണം നടത്തിയാലോ? ഇൻട്രസ്റ്റ് ഇല്ല. ഇൻട്രസ്റ്റ് ഉള്ളത് എന്തിനാണ്? ഈ ആട്ടത്തിനും പാട്ടത്തിനും ചാട്ടത്തിനും കൂത്തിനും ഒക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അതുപോലെ തന്നെ അവിടെ പൊട്ടുന്ന വെടിയൊച്ചകൾ പോലെ തന്നെ കല്യാണങ്ങൾ കഴിഞ്ഞ് വിവാഹ ബന്ധങ്ങൾ പൊട്ടിത്തകർന്ന് താറുമാറാകുന്നതിൻ്റെ ചിത്രമാണ് നാം ഓരോ ദിവസവും കാണുന്നത്. ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും ഡൈവോഴ്സ് കേസുകൾ. എന്തുകൊണ്ടാ? പൈസ ഇല്ലാത്തതുകൊണ്ടല്ല.
ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ചെന്ന് കയറുന്ന ഇടത്ത് പരസ്പരം അവർക്കുണ്ടാകേണ്ട അല്ലാഹു തആല അവർക്ക് നൽകേണ്ട അനുഗ്രഹങ്ങളൊക്കെ എടുത്തുപോയി. ഒരു സ്നേഹവും സമാധാനവും ഇല്ല. കല്യാണത്തിന്റെ മേക്കപ്പ് തന്നെ ലക്ഷങ്ങളുടേതായി. ചില സ്ഥലത്ത് അങ്ങനെയുണ്ട്, കല്യാണത്തിന്റെ മേക്കപ്പിന് ലക്ഷങ്ങൾ. വിവാഹ പന്തലിലേക്ക് പെണ്ണിനെ ആനയിച്ചു കൊണ്ടുവരാൻ ലക്ഷങ്ങളുടെ ഗാനമേള ട്രൂപ്പുകൾ. എന്നാലും നിക്കാഹ് നടത്തുന്ന ഉസ്താദിന് എത്ര കൈമട കൊടുക്കണം? ഉസ്താദിന് കൈമട കിട്ടാറില്ലേ? ഇവിടെ നിക്കാഹില്ല, ആ ഉസ്താദ് രക്ഷപ്പെട്ടു. നിക്കാഹ് നടത്തുന്ന ഗാനമേളയ്ക്ക് 25,000, സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യാൻ 50,000, ആടാനും പാടാനും ചാടാനും തുള്ളാനും മെഹന്തി ഇടാനും ഒരുക്കാനും ഒക്കെ പൈസയോട് പൈസ. കാറ്ററിംഗുകാർക്ക് വേറെ. അവിടെ വന്നിരുന്ന് അല്ലാഹുവേ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകണേ എന്ന് ദുആരക്കുന്ന ഉസ്താദിന് കൈമടക്ക് ചില സ്ഥലത്ത് കൊടുത്താലായി, കൊടുത്തില്ലെങ്കിലായി. ചില മഹല്ലുകളിലെയൊക്കെ അവസ്ഥ, ഉസ്താദുമാരെ വിളിച്ചുകൊണ്ട് പോയി അങ്ങോട്ട് ചിലപ്പോൾ കാറിലൊക്കെ കൊണ്ടുപോകും. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവരെ കണ്ടതായി പോലും നടിക്കണമെന്നില്ല. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ് എങ്ങനെയെങ്കിലും പോയിക്കോന്ന് പറയും. ഇവിടെ ധൈര്യമായിട്ട് പറയാം, ഉസ്താദിന് നിക്കാഹില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ പരിശുദ്ധമായ ദീൻ. ഇനിയിപ്പോൾ പല ആളുകളുടെയും ചിന്ത എങ്ങനെ ഈ നിക്കാഹിന്റെ ചടങ്ങ് കൂടി എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ മാറ്റാമെന്നുള്ളതാണ്. നിക്കാഹ് എന്തിനാ ചിലയിടത്തൊക്കെ നേരത്തെ നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പൊ കല്യാണത്തിന്റെ അന്ന് അങ്ങനെ ഒരു ചടങ്ങില്ലല്ലോ, ബാക്കി നമുക്കൊക്കെ കാണിച്ചു കൂട്ടാമല്ലോ. അവിടെയാണ് നാം ആലോചിക്കേണ്ടത്. പരസ്പരം ഇണങ്ങി ഒരു ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു ജീവിക്കേണ്ട ആളുകളുടെ ജീവിതം ആരംഭിക്കുന്നത് ഈ ഹറാമിൽ നിന്ന്. പിന്നെ എങ്ങനെയാണ് ആ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക? അതിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് നല്ല മക്കളുണ്ടാവുക? കള്ളിന്റെയും കഞ്ചാവിന്റെയും ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നമ്മുടെ മക്കൾ ദീനിൽ അടിയുറച്ചു നിൽക്കേണ്ടവരാണോ? അവരുടെ അടിസ്ഥാനം എന്നുള്ള നിക്കാഹിന്റെ സദസ്സുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളെ പുറങ്കാലുകൊണ്ട് തട്ടുന്ന അത്തരം ചടങ്ങുകളിൽ നിന്ന് പിറക്കുന്ന മക്കൾ നന്നാകുമെന്ന് ആർക്കാണ് പ്രതീക്ഷയുള്ളത്? ഈ വല്യുമ്മമാര് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഈ ഹറാമിന്റെ ബന്ധം, ഈ ഹറാമുകളിലൂടെ ആരംഭിച്ച ബന്ധത്തിൽ പിറന്ന മക്കൾ നാളെ ഞങ്ങൾ മരിച്ചു കിടന്നാൽ തലഭാഗത്ത് വന്നു നിന്ന് ഒരു യാസീനോദി ദുആ ചെയ്യുമെന്ന് ഏതെങ്കിലും പുതിയ പെണ്ണുങ്ങളുടെ ഉപ്പമാരോ പുതിയ ആപ്പിളമാരുടെ ഉപ്പമാരോ ആലോചിക്കുന്നുണ്ടോ? എന്റെ മോന്റെ കല്യാണം എല്ലാ ഹറാമുകളും ഉണ്ടായിരുന്നു, ഇനി അവരുടെ ബന്ധത്തിൽ പിറക്കുന്ന ഒരു മോൻ ഞാൻ മരിച്ചാൽ എന്റെ അടുക്കൽ വന്ന് ഒരു ഫാത്തിഹ ഓതി യാസീൻ ഓതി ദുആ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഈ കല്യാണമൊക്കെ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുകയാണെന്നല്ല. നമ്മൾ ഇന്നും നമ്മുടെ വല്യുപ്പമാർക്ക്, കാരണവന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാറില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കാറില്ലേ? ഏതു മജ്ലിസിലും നമ്മൾ അവരെ ഓർക്കാറില്ലേ? അടുത്തൊരു തലമുറ നമ്മുടെ ഖബർസ്ഥാന്റെ ചാര വന്ന് നിന്നിട്ട് എന്റെ മകന്റെ മകൻ, എന്റെ മകളുടെ മകൾ, അസ്സലാമു അലൈക യാ ജദ്ദീ എന്ന സലാമും പറഞ്ഞ റബ്ബിനോട് കണ്ണീരോടെ, അല്ലാഹുവേ എന്റെ വല്യുപ്പയ്ക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, വല്യുമ്മാന് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യേണ്ട മക്കളല്ലയോ? ആ മക്കൾ ഉണ്ടാകേണ്ടത് ഈ കല്യാണങ്ങളിൽ നിന്നല്ലയോ? ആ കല്യാണ സദസ്സുകൾ അല്ലാഹു പൊരുത്തപ്പെടാത്ത തരത്തിലായിപ്പോയാൽ പിന്നെ എന്ത് പ്രതീക്ഷയാണുള്ളത്? നശിപ്പിച്ചു കളയുന്നത് അവരുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ ആഖിറവും കൂടിയാണെന്ന വിചാരം എല്ലാ വല്യുപ്പമാർക്കും ഉണ്ടാകേണ്ട കാലമാണ്. മുസ്ലിം മാതാപിതാക്കൾക്കുണ്ടാകേണ്ട കാലമാണ്. പറഞ്ഞു വരുന്നത് എല്ലാ വിജ്ഞാനങ്ങളും കൊണ്ടുചെന്നെത്തിക്കുന്നത് എവിടെയാണ്? ഈ മഹാപ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നതിലാണ്. ശൈഖ് റിഫായി തങ്ങളും പറഞ്ഞു വെച്ചതാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അണുവിലും ഞാൻ അല്ലാഹുവിനെ അറിയുകയാണ്, അവനെ മനസ്സിലാക്കുകയാണ്, അവന്റെ മഹത്വത്തെ മനസ്സിലാക്കുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾക്ക് നല്ല ആത്മീയ ബോധം നൽകൂ.
അല്ലാഹു ഉണ്ടെന്ന ചിന്ത അവന്റെ ഖൽബിൽ കൊണ്ടുവരൂ. ദുനിയാവിലെ ഹറാമുകൾ കൊപ്പിച്ചു ജീവിക്കാനല്ല, പരലോകത്ത് നാളെ റബ്ബിന്റെ കോടതിയിലെത്തുന്നൊരു ദിവസവും വിചാരണയുമുണ്ടെന്ന ജീവിതം കൊണ്ടുവരൂ. അതുപോലെ മടങ്ങിപ്പോകാനുള്ളവരാണെന്ന വിചാരം കൊണ്ടുവരൂ. അവരുടെ ഹൃദയത്തിലേക്ക് കൊടുക്കേണ്ട വിചാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട വിചാരം അല്ലാഹു ഹാലിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. വളരെ തുച്ഛമായ ജീവിതമാണ് ദുനിയാവിലുള്ളത്. ആ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരവസരം നമ്മൾ അശ്രദ്ധമായി പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയല്ലേ, ശഅബാൻ മാസത്തിൽ നബി തങ്ങൾ നോമ്പെടുത്ത നേരത്ത് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ശഅബാനിൽ അങ്ങ് നോമ്പെടുക്കുന്നത് എന്തിനാണ് നബിയേ? അങ്ങയുടെ നോമ്പ് മറ്റൊരു മാസത്തിലും ഇല്ലാത്തവണ്ണം ഈ മാസത്തിൽ അധികമായി കാണുന്നുണ്ടല്ലോ നബിയെ, അങ്ങ് നോമ്പെടുക്കുന്നത് എന്തിനാണ് നബിയെ? ഉത്തരം വരികയാണ്, മോനെ ഉസാമ. ഉസാമത്ത് ബിൻ സയ്യിദ് തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസമാണ് ശഅബാൻ. റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ജനങ്ങൾ ഗഫലാന്മാരാകുന്ന, അശ്രദ്ധാലുക്കളാകുന്ന, ശ്രദ്ധ മാറിപ്പോകുന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. ആ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അമാലുകളെ ഉയർത്തുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തുമ്പോ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും അല്ലാഹു തആല അത് കാണുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീനിലേക്ക് കൃത്യമായതിന്റെ കണക്കുകൾ ചെന്നു ചേരുന്നുണ്ട്. മഹാന്മാരായ മലക്കുകൾ അത് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ഓർമ്മിപ്പിച്ചത്, സുബ്ഹി നിസ്കാരത്തെ വലിയ താല്പര്യത്തോടെ കാണണം, അസ്ർ നിസ്കാരത്തെയും വല്ലാതെ താല്പര്യത്തോടെ കാണണം, അസ്ർ നിസ്കാരത്തെയും വല്ലാത്ത താല്പര്യത്തോടെ സമീപിക്കണം. കാരണം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എത്തുന്ന മലക്കുകൾ പറയും, രാവിലെ അവനെ കാണുമ്പോൾ അവൻ ഇബാദത്തിലാണ്, വൈകുന്നേരവും അവനെ കാണുമ്പോൾ അവൻ ഇബാദത്തിലാണ്. പ്രഭാതത്തിൽ അവനെ ഞങ്ങൾ കാണുമ്പോഴും അവൻ ഇബാദത്തിലാണ്, വൈകുന്നേരം കാണുമ്പോഴും അവൻ ഇബാദത്തിലാണ്. അങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ചെല്ലുന്നതെങ്കിലോ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരാളിന്റെ പ്രഭാതം അത് നന്മ കൊണ്ടാണ് ആരംഭിക്കുന്നത്, അയാളുടെ വൈകുന്നേരവും നന്മ കൊണ്ടാണ് അവസാനിക്കുന്നത്. പ്രഭാതം നന്മ കൊണ്ട് പുലരുകയാണ്, വൈകുന്നേരം പ്രദോഷവും നന്മയിലായിട്ട് അവസാനിക്കുകയാണ്. അല്ലാഹു തആല മലക്കുകളോട് പറയുമെന്നാണ്, ഓ മലക്കുകളെ, അതിന്റെ ഇടയിൽ അവന് വന്നുപോയ തെറ്റുകൾ അത് മാപ്പ് ചെയ്തു നൽകുമോ? അവന്റെ ഏടുകളിൽ നിന്ന് മായ്ച്ചു കളയുമോ? അപ്പൊ എല്ലാ ദിവസവും പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, എല്ലാ രാവിലെയും നന്മ കൊണ്ട് ആരംഭിക്കേണ്ടവരാണ്. എല്ലാ ദിവസവും അവസാനിക്കുന്നതും നന്മ കൊണ്ടായാൽ അതിന്റെ ഇടയിൽ വന്ന പാപങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുമെന്നാണ്, അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയൂ. ഒരു ദിവസം പറഞ്ഞ വർത്തമാനങ്ങൾ, ഒരു ദിവസം അവന്റെ ഇടപാടുകൾ, മായൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്.
അവന്റെ വർത്തമാനങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. അവനു മേൽ അല്ലാഹു തആല ഏൽപ്പിച്ച മലക്കുകൾ അവന്റെ ചലന നിശ്ചലനങ്ങളെ അടയാളമിടുന്നുണ്ട്. ആ അടയാളമിടുന്ന ഗ്രന്ഥം നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് ലഭിക്കാനുണ്ട്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് എത്തുന്ന ആ ഗ്രന്ഥത്തില് നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമായി കിട്ടാനുള്ള മാർഗമേതാണ്? എല്ലാ ദിവസവും രാവിലെ നന്മ കൊണ്ട് തുടങ്ങൂ, എല്ലാ ദിവസവും അവസാനിക്കുന്നതും നന്മ കൊണ്ടായിക്കോ. എന്നാൽ അതിന്റെ ഇടയിലുള്ളതെല്ലാം മായ്ച്ചു കളയാൻ ഔദാര്യവാനായ റബ്ബ് മലക്കുകളോട് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയ്ക്ക് കുറച്ച് ആളുകളൊക്കെ അങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? വജീനം ഉണ്ടോ? ചോറും പൊതി എന്തേ വരാണ്ടോ? നിങ്ങളൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ വേഗം നിർത്തും. കുറച്ച് ആൾ അങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് ആരോ ഗസ്റ്റ് ഇനി വരാനുണ്ട് എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചോറും പൊതിയും കൊണ്ടുവരുമ്പോഴാണ് സാധാരണ അങ്ങോട്ട് നോക്കുക. ചോറും ചായയും വെള്ളം ഒന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, പ്രഭാതത്തിലും പ്രദോഷത്തിലും സൽക്കർമ്മങ്ങൾ ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹി നുശൂർ. ആ കൾച്ചർ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഉണരുന്നതും അങ്ങനെയാകണം. കഴിയുമെങ്കിൽ പ്രഭാതത്തിനു മുമ്പേ തഹജ്ജുദിന്റെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് അല്ലാഹു തആല എന്നെ രേഖപ്പെടുത്തുന്ന സമയം ഞാൻ അവന് സുജൂദിലായിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കങ്ങനെയല്ലേ, അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ സൽക്കർമ്മമാണ് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തിയത്. മലക്കുകൾ പറഞ്ഞു, രാവിലെയും അവൻ ഞങ്ങൾ ചെല്ലുമ്പോൾ നിസ്കാരത്തിലാണ്, വൈകുന്നേരവും അവന്റെ നിസ്കാരം ഞങ്ങൾ കണ്ടു. അല്ലാഹു തആല പറയുന്നു, അതിന്റെ ഇടയിലുള്ളതൊക്കെ മാപ്പാക്കി കൊടുക്കും. എല്ലാ ആഴ്ചയിലും ഒരു കണക്കെടുപ്പ് വേറെ നടക്കുന്നുണ്ട്. അത് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. അത് യൗമുൽ ഇസ്നൈൻ വ യൗമുൽ ഖമീസ്. ഒന്നുകിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച. ഈ 2 ദിവസവും നോമ്പ് സുന്നത്തുമാണ്. ആ 2 ദിവസങ്ങൾ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് അല്ലാഹു തആല ഒരു അബ്ദിന്റെ കണക്കുകളെ പരിശോധിക്കുന്നുണ്ട്. അല്ലാഹുവിലേക്ക് കണക്കുകൾ ഉയരുന്നുണ്ട്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നമ്മുടെ കൽബിലുണ്ടാവുകയും അവന്റെ തൃപ്തി നമുക്ക് ലഭിക്കണം എന്ന ചിന്ത നമുക്കുണ്ടാവുകയും വേണം. അല്ലാഹു അവന്റെ തൃപ്തിയിലായി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അവന്റെ തൃപ്തിയിലായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഒരു വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കണക്കുകൾ, അമലുകളുടെ കണക്കുകൾ സമർപ്പിക്കപ്പെടുന്ന ഉയരുന്ന സമയം അത് ശഅബാനിലാണ്. ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15ന്റെ രാവ്, ബറാഅത്ത് രാവ് നമ്മളൊക്കെ പണ്ടുകാലം മുതലേ ആദരിക്കുന്നതാണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ മുൻഗാമികൾ യാസീനോദി നോമ്പെടുത്ത് അന്നത്തെ ദിവസത്തെ വലിയ സൽക്കർമ്മങ്ങൾ കൊണ്ട് നന്നാക്കിയെടുത്ത് അള്ളാഹുവിലേക്ക് അമലുകൾ കാണിക്കപ്പെടുമ്പോ, ചേർക്കപ്പെടുമ്പോ, അള്ളാഹു കണക്കെടുക്കുമ്പോ എനിക്ക് രക്ഷപ്പെടണമെന്ന ചിന്തയോടുകൂടി ചെയ്ത എത്രയോ സൽക്കർമ്മങ്ങൾ അവിടെയുണ്ട്. അപ്പൊ ശഅബാൻ മാസം നമുക്ക് ആർക്കും ഗഫലാന്മാരാകാനുള്ള മാസമല്ല, അതായത് അശ്രദ്ധമാകാനുള്ള മാസമല്ല. ധാരാളം അമല് ചെയ്യാനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള പ്രചോദനം. നമ്മുടെ മുൻഗാമികളോ അവര് പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം നിർവഹിച്ചത് ഈ മാസത്തിലാണ്. ധാരാളമായി അവരല്ലാഹുവിലേക്ക് അടുക്കാൻ ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യാനുണ്ടോ റമളാനിന് മുന്നേ അത് ചിട്ടപ്പെടുത്തിയ മാസമാണ്. സക്കാത്തുകൾ കൊടുത്തു വീടിയ മാസമാണ്. കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കാനുണ്ട്, സ്വർണത്തിന്റെ വെള്ളിയുടെ സക്കാത്ത് കൊടുക്കാനുണ്ട്, മറ്റ് ഇടപാടുകൾ, അവന്റെ കയ്യിലുള്ള പൈസ, ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ മേഖലകളിൽ സക്കാത്തുകൾ നൽകാനുള്ളത്. റമളാൻ വരെ പിന്തിപ്പിക്കാതെ റമളാനിന് മുന്നേ അവർ കൊടുത്തു വീട്ടി. ധാരാളം സക്കാത്തുകൾ നമ്മൾ ഓരോരുത്തരും അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. കച്ചവടം ചെയ്യുന്നവരുണ്ടോ? കച്ചവടത്തിന് സക്കാത്തുണ്ട്. സ്വർണവും വെള്ളിയും സൂക്ഷിക്കുന്നവരുണ്ടോ? സക്കാത്തുണ്ട്. പല ഇടപാടുകൾ അക്കൗണ്ടിൽ PF വന്നു കിടപ്പുണ്ടോ? അതിന് സക്കാത്തുണ്ട്. വലിയ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നുണ്ടോ?
സക്കാത്തുണ്ട്. സക്കാത്തിന്റെ കണക്കൊപ്പിച്ചതിന് മേലെയുള്ള ഒരു തുക ഒരിടത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. അതിൽ നിന്ന് മാസാമാസം എനിക്ക് ചിലത് കിട്ടും. വർഷം കണക്കാക്കി അതിന് സക്കാത്തുണ്ട്. ഇല്ലെങ്കിൽ ആ കഴിക്കുന്ന മുതൽ ഹറാമാണ്. അതുപോലെ നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു ലക്ഷക്കണക്കിന് രൂപ, വെറുതെ ബാങ്കിൽ കിടക്കുന്നുണ്ട് ഇത്ര പൈസ, ഇത് ഓരോന്നിനും സക്കാത്തുണ്ട്. ഇതെല്ലാം കൂടി നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെയൊക്കെ നാടുകളിലെ ആലിമീങ്ങളെ, നല്ല ഉസ്താദുമാരെയൊക്കെ സമീപിച്ച് അവരോട് സംസാരിച്ച് എനിക്ക് എത്രയാ സക്കാത്ത് കൊടുക്കാനുള്ളത് കണക്ക് കൂട്ടിയാൽ വളരെ ലളിതമായൊരു തുകയെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ആ വർഷത്തെ സക്കാത്ത് കൊടുത്തു വിടുക. സക്കാത്ത് കക്കാൻ വേണ്ടി കുറേ മനുഷ്യന്മാർ ഇറങ്ങുന്നുണ്ട്. സക്കാത്ത്, നിങ്ങളെ സക്കാത്ത് ഇങ്ങ് തരൂ, ഞങ്ങൾ കൊടുത്തേക്കാം. എന്നിട്ട് ആ സക്കാത്ത് കൊണ്ടുപോയി പത്രം നടത്തും, ആ സക്കാത്ത് കൊണ്ടുപോയി സിനിമ പിടിക്കും. ഇതൊക്കെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് സക്കാത്ത് കക്കാൻ വരുന്ന പല മനുഷ്യരുമുണ്ട്. നമ്മുടെ നിസ്കാരം പോലെ, നമ്മുടെ നിസ്കാരത്തിന് നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയണം. നിസ്കാരത്തോടൊപ്പം പലയിടങ്ങളിലും ഖുർആൻ സക്കാത്തിനെ ചേർത്ത് വെച്ചത് കാണാം. രണ്ടും പൂർത്തീകരിക്കേണ്ടതാണ്. നമ്മുടെ സക്കാത്ത് ആരുടെയെങ്കിലും കൈ കൊടുത്ത് അവർ കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെ വിചാരിക്കേണ്ടതല്ല. നമ്മുടെ സക്കാത്ത് കൊണ്ടുപോയി സിനിമ പിടിക്കാനോ പത്രം നടത്താനോ ചാനൽ നടത്താനോ ഉള്ളതല്ല. ഏത് സംഘടന അതിന് ആരുടെ പേരിൽ വന്ന് നിങ്ങളോട് സക്കാത്ത് ചോദിച്ചാലും കൊടുക്കരുത്. സക്കാത്ത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് വിശ്വസ്തനായ ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കാമെന്നതിനപ്പുറം ഒരു സംഘടനയെയും ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പോ പള്ളി കമ്മിറ്റിയെ ഞാൻ എൻ്റെ സക്കാത്ത് ഏൽപ്പിച്ചു, പറ്റില്ല. എന്നാൽ മുദരിസ് ഉസ്താദിനെ ഞാൻ എൻ്റെ വിശ്വസ്തനാണ്, ഉസ്താദ് അത് കൃത്യമായി കൊടുത്തു വീടും എന്നതുകൊണ്ട് ഞാൻ വക്കാലത്ത് പറഞ്ഞ് അതിൻ്റെ ഉപാധികളൊക്കെ വെച്ചുകൊണ്ട് ഏൽപ്പിച്ചാൽ അതിന് പ്രശ്നമില്ല. അതുപോലെ വിശ്വസ്തനായ മറ്റൊരാൾ അങ്ങനെ ഏൽപ്പിക്കാം. ഒരു കൂട്ടത്തെ ഏൽപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. ഈ റമദാനൊക്കെ ആകുന്നതിന് മുമ്പേ തന്നെ ഇത്തരം വസ്വാസുകളുമായി പലരും രംഗപ്രവേശം ചെയ്യും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നോമ്പും നമ്മുടെ സക്കാത്തും ഒക്കെ നല്ലതുപോലെ സൂക്ഷിക്കണം. നമ്മുടെ നോമ്പിന് അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടതുപോലെ നമ്മുടെ സക്കാത്തിന് റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടവരാണെന്ന ബോധം നമുക്കുണ്ടാവണം. അപ്പൊ ഈ കാറ്റഗറിയിലൊക്കെയുള്ള സക്കാത്ത് അതായിരുന്നു പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ മുത്തഅല്ലിമീങ്ങൾ. ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു വലിയ സന്തോഷം, നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഇവിടെ പല വീടുകളിലാണ് ഭക്ഷണം ലഭിക്കുന്നത്. ഒരു മുത്തഅല്ലിമ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നു, അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്രയാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ ഹിഫ്ള് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന പല ഉമ്മമാരുണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് ഭക്ഷണം തന്ന വീട്ടിലെ ഉമ്മ മരണപ്പെട്ടുപോയി. ഞാൻ ഏത് സദസ്സിന്ന് ദ്വാരെന്നാലും അവർക്ക് ദ്വാരക്കാറുണ്ട്. എവിടെയെല്ലാം അവരൊരു പക്ഷേ എനിക്ക് ഭക്ഷണം തരുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇയാൾ ചിലപ്പോൾ പല സ്ഥലത്തും പോയി പ്രസംഗിച്ചേക്കാമെന്നോ ദ്വാരനേക്കാമെന്നോ ഒന്നും ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ ഇന്നും അവർക്ക് ദ്വാരക്കാത്തൊരു ദിവസമില്ല, എപ്പോഴും അവർക്ക് ദ്വാരക്കാറുണ്ട്. ഈ മുത്തഅല്ലിമീങ്ങളൊക്കെ നാളെ ദീനിന്റെ പലതരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം, ഒരു ദുആ നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കാലത്ത് മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ ചെലവ് കൊടുത്ത വീടുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അവരും അവരുടെ മക്കളും ഒക്കെ നല്ല പ്രൗഢമായ രീതിയിൽ ജീവിക്കുന്നുണ്ടാവും. അത് അള്ളാഹു ഇൽമിനെ ബഹുമാനിച്ച ഒരു തലമുറയ്ക്ക് കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ്. ചെലവ് കൊടുത്ത് അവരുടെ മക്കൾ, അവരുടെ പേരമക്കളൊക്കെ നല്ല നിലയിലെത്തിയിട്ടുണ്ടാവും. അള്ളാഹുവിൻ്റെ ഇൽമിനെ ബഹുമാനിച്ചുകൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്ത എത്രയോ ഉമ്മമാർ, അള്ളാഹുരുടെയൊക്കെ ഖബർ സ്വർഗമാക്കി നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെയുള്ള വലിയൊരു ദഅവത്താണ്, ഒരു മുത്തഅല്ലിം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ആ മുത്തഅല്ലിമിനോട് നമുക്ക് ചില സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. അത് പറഞ്ഞിട്ട് നാളെ മീസാൻ ഓതാൻ ഇന്ന് ദർസിൽ വന്ന കുട്ടിയോട് നാളെ വരുമ്പോൾ സയാമി സെരട്ടയുടെ മസാല എന്താണെന്ന് ചോദിക്കരുത്. അല്ലെങ്കിൽ ഇസ്ലാമിക് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, ഫറായില്, ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമം എന്താണ്? ഇന്നലെ 10 കിതാബ് ഓതാൻ തുടങ്ങിയതേ ഉള്ളൂ. ആ കുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് എൻ്റെ സ്വത്ത് എങ്ങനെയാണെന്ന് ഭാഗിച്ചു തരുമെന്ന് പറഞ്ഞു കൊടുക്കരുത്. മറിച്ച് നമുക്കുള്ളൊരു വലിയ വേയാണ് ആ കുട്ടിയോട്, പ്രത്യേകിച്ച് ഉമ്മമാർക്ക്, അവരുടെ മക്കളുടെ പ്രായമുള്ള ചെറിയ കുട്ടികളായിരിക്കും, അവർക്കറിയേണ്ട മസലകൾ ചോദിക്കാൻ പറ്റും. ഈ മുത്തഅല്ലിമീങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവർ തിരിച്ചു വന്ന് ദർസിലെ വലിയ മുത്തഅല്ലിമീങ്ങളോട് ചോദിക്കും, എൻ്റെ ചെലവ് വിട്ട് ഇങ്ങനൊരു ചോദ്യം വന്നു, എന്താണ് അതിന് ഉത്തരം പറയാ? ഇനി അവർക്കും അറിയില്ലെങ്കിൽ അവരുടെ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ ഇങ്ങനൊരു സംശയം ഉണ്ടല്ലോ, എന്താ ഉത്തരം? അപ്പോൾ ഉസ്താദ് അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കും. ഉച്ചക്ക് ചോറ് കഴിക്കാൻ വരുമ്പോൾ അതേ ഉത്തരം ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും, ഉമ്മ അതിൻ്റെ മസല ഇങ്ങനെയാണ്. ഉമ്മ ചിലപ്പോൾ ചോദിക്കും, കയ്യിൽ നിസ്കാരക്കുപ്പായത്തിൽ രക്തത്തിൻ്റെ കറ കാണുന്നുണ്ട്, അതിട്ടുകൊണ്ട് ഞാൻ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവോ മോനെ? ഞാൻ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ ദർസിൽ, ഞാനിത് ചോദിച്ച് പറഞ്ഞുതരാം. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ഉത്തരം വീട്ടിലെത്തി. ഉമ്മയ്ക്ക് പള്ളി വരേണ്ടി വന്നില്ല, ഉസ്താദിനോട് ചോദിക്കേണ്ടി വന്നില്ല, അതേ കറയുള്ള കുപ്പായം ഇട്ട് നിസ്കരിക്കുമ്പോൾ വസ്വാസ് തോന്നിയില്ല. ഈ മുത്തഅല്ലിമീങ്ങൾ വീട്ടിലെത്തുമ്പോൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും.
അപ്പൊ ദീനിന്റെ ഒരു പ്രചരണം കൂടിയാണ് പല വീടുകളിലും ഭക്ഷണം കഴിച്ച. അതിന്റെയും മാതൃക സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയാണ്. അവിടെ നിന്നാണ് ഓരോരുത്തരെയും കൈ പിടിച്ചുകൊണ്ട് പോയത്. വരൂ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം തരാം. ഇന്ന് പക്ഷേ നമ്മുടെ നാടുകളിൽ നിഅമത്ത് കൂടിയപ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു നല്ല കാഴ്ചയാണ്. എല്ലാവർക്കും നിഅമത്ത് കൂടി, പക്ഷേ ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല. വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. പകരമോ വീടുകളിലൊക്കെ രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും. ഓരോ മുത്തഅല്ലിമും ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാഹ് ദുആ ചെയ്ത് ഇറങ്ങിപ്പോകുന്നു. നമുക്കുള്ള ഭക്ഷണത്തെക്കാൾ ഒരുപക്ഷെ ഒന്നും കൂടി ചിലപ്പോൾ അധികമിടേണ്ടി വരില്ല. അപ്പൊ ആ ഒരു ചര്യ നമ്മളെല്ലാവരും നിലനിർത്തണം. നമ്മുടെ നാടിനുള്ളൊരു വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആല അതിലൂടെ നമ്മുടെ രോഗങ്ങൾ തടയും, പ്രയാസങ്ങൾ തടയും, വിഷമങ്ങൾ തടയും. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാനും നമുക്കുയർച്ച ഉണ്ടാകാനും അത് കാരണമാകുമെന്ന ചിന്ത പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, അതുപോലെ നാട്ടുകാർക്കൊക്കെയും ഉണ്ടാകണം. അപ്പൊ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഈ പറഞ്ഞതുപോലെ സക്കാത്ത്, അതുപോലെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ. പരിശുദ്ധമായ റമദാൻ ആകുന്നതിന് മുമ്പ് ഈ കണക്കുകളൊക്കെ എടുത്തു വെച്ചിട്ട് സക്കാത്ത് കൊടുത്തു വീടുന്ന ആളുകൾ, കച്ചവട ആവശ്യാർത്ഥം, റിയൽ എസ്റ്റേറ്റ് ആവശ്യാർത്ഥം വാങ്ങിയിട്ട ഭൂമികൾ, അതുപോലെ മറ്റ് ചരക്കുകൾ, അതിൻ്റെയൊക്കെ മേലെയുള്ള സക്കാത്ത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ ഇന്റർനെറ്റിൽ നിന്ന് പൈസ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഒക്കെ മുതല്, അതിൻ്റെ ഒക്കെ ലാഭം, ഇതൊക്കെ കണ്ടെത്തി സക്കാത്ത് കൊടുക്കാൻ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ മുൻഗാമികളായ ആളുകൾ പരിശുദ്ധമായ റമദാനിന് മുന്നോടിയായി ശഅബാനാകുമ്പോഴേക്ക് അവർ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു വെച്ചു. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്ത് ഖുർആനിനോട് ഹൃദയബന്ധമുണ്ടാക്കി വെച്ചു. റമദാനാകുമ്പോൾ രാവിലെ മുസ്ഹഫ് എടുത്തതല്ല, നേരത്തെ തന്നെ ഒരുങ്ങിയതാണ്. ഖുർആനിനോട് ആത്മബന്ധത്തിലാണ്. ആ ബന്ധം അത് തുടർന്നു പോവുകയാണ് റമദാനിൽ. അപ്പൊ ഖൈറാത്തുകൾ ചെയ്യേണ്ട മാസമാണ് ശഅബാൻ. അതിന് ഹബീബായ നബി തങ്ങളെ പ്രചോദനമാണ്. മുൻഗാമികൾ നമുക്ക് പ്രചോദനമാണ്. മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങൾക്ക് വലിയ സന്തോഷം കിട്ടിയ മാസമാണിത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും ഹബീബായ നബി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളും സ്വലാത്ത് സലാമുകൾ അർപ്പിക്കൂ എന്ന ഖുർആനിന്റെ പ്രയോഗം, അല്ലാഹുവിന്റെ കലാമിന്റെ പാഠം, സൂക്തം അത് അവതരിച്ച മാസമാണ് ശഅബാൻ. മുമ്പൊരു നബിയുടെ വേദത്തിലും സമാനമായൊരായത്തില്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലുന്നു എന്ന് തൗറാത്തിലൊരു വചനമില്ല. ഈസാ നബിക്ക് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് ഇൻജീലിലില്ല. അതുപോലെ മുൻകഴിഞ്ഞു പോയ നബിമാരുടെ ഒന്നും ഗ്രന്ഥത്തിൽ സമാനമായൊരു വചനമില്ല. അല്ലാഹുവിന്റെ സലാം, അല്ലാഹുവിന്റെ സ്വലാത്ത് സലാമുകൾ ഏറ്റുവാങ്ങാൻ പാകപ്പെട്ടിട്ടുള്ള ലോകത്തെ ഒരേ ഒരു സൃഷ്ടിയാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹ്. മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ സലാം, ശഅബാനിന്റെ രാത്രികളിൽ നബിതങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. നിങ്ങളും ചൊല്ലിക്കോ എന്ന് ഖുർആൻ, അല്ലാഹുവിന്റെ കലാം. സ്വലാത്ത് ചൊല്ലുന്നതിന് ഒരുപാട് പ്രതിഫലമുണ്ടെന്ന് നമുക്കറിയാം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ഹമ്മുകൾ നിറഞ്ഞ കാലമാണ്, ഡിപ്രഷനുകൾ അധികരിച്ച കാലമാണ്, നിസ്സാര കാര്യങ്ങൾക്ക് പോലും പ്രയാസപ്പെടുന്നവരുടെ കാലമാണ്, ചെറിയ കാര്യങ്ങൾക്ക് വരെ ആത്മഹത്യ ചെയ്യുന്ന മക്കളുടെ കാലമാണ്. ആ കാലഘട്ടത്തിലാണ്
ഹബീബായ നബി തങ്ങളുടെ സ്വലാത്തുണ്ടല്ലോ, അത് നിന്റെ ഹമ്മിനുള്ള പരിഹാരമാണ്, നീ ചെയ്ത ദമ്പുകൾക്കുള്ള കഫാറത്താണെന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാവർക്കും പലതരത്തിലുള്ള പേടിയുണ്ട്, പലതരത്തിലുള്ള പേടി പലരുടെയും ഹൃദയത്തിലുണ്ട്. പല ഇനങ്ങളിലുള്ള പേടി. എൻ്റെ ആരോഗ്യം നശിച്ചു പോകുമോ എന്ന പേടിയുണ്ട്, ഞാൻ നാളെ ഹോസ്പിറ്റലിലാകുമോ എന്ന ഭയമുണ്ട്. ഈ അടുത്തൊരു സർവേ പറഞ്ഞത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ പേടി രോഗം വരുമോ എന്നുള്ള പേടിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർക്കുള്ള പേടി രോഗം വരുമോ എന്നുള്ള പേടിയാണ്. വലിയ രോഗം വന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായി എൻ്റെ സമ്പാദ്യമൊക്കെ പോയി പോകുമോ എന്ന പേടിയാണ് ഇന്ന് ജനങ്ങളിൽ അധികം ആളുകൾക്കുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദണ്ണം വബാവ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബറക്കത്തിനായി ശിഫയാക്കണം യാ റബ്ബനാ ചൊല്ല് ലാ ഇലാഹ അള്ളാഹു രോഗങ്ങളെ തൊട്ടൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ ദുആ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കുമാറാകട്ടെ. പല പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്, ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവരുണ്ട്. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ലൈവിലും മറ്റുമൊക്കെ കാണുന്ന ആളുകൾ, പരിപാടികൾ കാണുന്നവർ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു തആല നബി തങ്ങളുടെ മേലുള്ള സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ശരീരങ്ങളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ രോഗം വരുമോ എന്ന പേടി പലരുടെയും ഹൃദയത്തിലുണ്ട്. നമ്മുടെ മക്കളുടെ ഭാവി എന്തായിത്തീരും എന്ന പേടിയുണ്ട്. ചിലരുടെയൊക്കെ പേടി ഇനിയിപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ചിലരുടെ പേടി ഇനി പൗരത്വത്തിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ പേടിയാണല്ലോ, പുതിയ പുതിയ പേടികളാണല്ലോ നമ്മുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പേടിയും വേണ്ട. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, പിശാച് അവൻ്റെ അനുയായികളെ കൊണ്ട് മുഅ്മിനീങ്ങളെ ധാരാളമായി പേടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനെ ഒന്നും പേടിക്കണ്ടെന്നാണ്. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും വഖാഫൂനി. ഇങ്ങനെ പലതരം പേടികൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട, നിങ്ങൾ എന്നെ പേടിച്ചാൽ മതി എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങൾ ആ വർത്താനം ഒന്നും കേട്ട് പേടിക്കണ്ട. അതായത് നമുക്ക് ഈമാൻ ഉറച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. പിശാചും അവൻ്റെ അനുയായികൾ ഇങ്ങനെ പേടിപ്പിക്കാൻ പലതും ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ മതി എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പലതരത്തിലുള്ള പേടികൾ ഈ ദുനിയാവിലുണ്ട്. ദുനിയാവിലുള്ള അത്തരം പേടികൾക്കെല്ലാമുള്ള പരിഹാരം ഹബീബായ നബി തങ്ങളുടെ മേലെയുള്ള സ്വലാത്താണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെയുള്ള സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ ഒരാൾക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഹബീബായ നബി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലാൻ അവന്റെ നാവിനെ എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു ഒരു അടിമയ്ക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന് സ്വലാത്ത് ചൊല്ലാനുള്ള അവസരങ്ങൾ നൽകും. അവൻ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തും. അവന്റെ നാവ് സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുകയും ഹൃദയം അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. മഹാനരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ മേലുള്ള സ്വലാത്ത് കൊണ്ട് അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അല്ലാഹു തആല ഒരുവന്റെ തിന്മ ഉദ്ദേശിച്ചാലോ അവന് സ്വലാത്ത് ഭാരമായി മാറും. അത് ചൊല്ലാനൊരു ചിന്തയും അവനുണ്ടാവുകയില്ല. അത് ചൊല്ലാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു പോകുമെന്നോ ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു നന്മ ചെയ്തവരുടെ അടയാളമാണ്. അല്ലാഹു നന്മ ചെയ്തവരുടെ അടയാളമാണ് ഹബീബായ നബി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലാൻ പറ്റുക എന്നുള്ളത്. മഹാനായ സയ്യിദുനാ ഖുത്ബുൽ ഖത്താബ് മുഹീദ്ദീൻ
അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടുത്തെ പുണ്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ശഅബാൻ മാസം നബി തങ്ങളെ മേലെ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണെന്ന് മഹാനരായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ദുനിയാവിലെ ഹമ്മുകളെല്ലാം നമ്മുടെ ഹൃദയത്തെ പിടിച്ചു വിളിക്കുന്ന ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, രോഗങ്ങളുള്ളവരില്ലേ, വിഷമങ്ങളുള്ളവരില്ലേ, പ്രയാസങ്ങളുള്ളവരില്ലേ, സങ്കടങ്ങളുള്ളവരില്ലേ, കുടുംബപരമായ പ്രശ്നങ്ങളുള്ളവരില്ലേ, ഭർത്താക്കന്മാരിൽ പ്രശ്നങ്ങളുള്ളവരില്ലേ, ഭാര്യമാരിൽ പ്രശ്നങ്ങളുള്ളവരില്ലേ, സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ളവരില്ലേ, പ്രശ്നമേതു തന്നെയാണെങ്കിലും അല്ലാഹു തആല നമുക്ക് മുന്നിൽ തുറന്നിട്ട വഴിയുണ്ട്. ആ വഴി സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെയുള്ള സ്വലാത്താണ്. അത് ചൊല്ലിക്കോ. രോഗങ്ങൾക്കത് ശമനമാണ്, പ്രയാസങ്ങൾക്കത് മതിയാകുന്നതാണ്, ഹൃദയത്തിനത് ശാന്തിയാണ്, രണ്ട് ലോകവും വിജയിക്കാനത് കാരണമാണ്. നിന്റെ പാപങ്ങൾ പുറത്തുവിട്ടാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സ്വലാത്ത് കാരണമാണ്. എത്രയാണ് നമ്മുടെ ജീവിതത്തിൽ അറിയാതെ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകൾ, അല്ലാഹുവിനെ മറന്നുപോയ നിമിഷങ്ങൾ, പടച്ചവനിലേക്ക് ചേരേണ്ട സമയങ്ങൾ പലതും ഹറാമ് ചെയ്തു പോയി. നാളെ അല്ലാഹു പിടിച്ചു നിർത്തുമെന്ന ചിന്ത നമ്മുടെ കൽബിലുണ്ടെങ്കിൽ ചൊല്ലിക്കോ. പകരം സ്വലാത്ത് ചൊല്ലിക്കോ. ഹബീബായ നബി തങ്ങളുടെ മേലെയുള്ള സ്വലാത്ത് കൊണ്ട് പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ്, പാപങ്ങൾ മാപ്പാക്കി കിട്ടുന്നതാണ്. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലണം മുഅ്മിനീങ്ങളെ. ശഅബാൻ മാസമാണല്ലോ, ഹബീബായ തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഹൃദയം നന്നാക്കിയിട്ടാണ് നമുക്ക് റമളാനിലേക്ക് പ്രവേശിക്കാനുള്ളത്. റമളാൻ തുറന്നിടുന്നത് സ്വർഗത്തിന്റെ വാതിലാണ്. ആ സ്വർഗത്തിന്റെ നേതാവന്റെ റസൂലാണ്. ആ ഹബീബായ നബി തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് പ്രവേശിക്കാനുള്ളത്. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. അതിന്റെ ഫളായില് പറഞ്ഞാൽ തീരുന്നതല്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് കേട്ടിട്ടുള്ളതാണല്ലോ. പക്ഷേ നമ്മുടെ നാവുകൾ പലപ്പോഴും സ്വലാത്ത് ചൊല്ലാൻ മടിക്കുന്നുണ്ടല്ലോ. സമയം കിട്ടുമ്പോ, ഡ്രൈവ് ചെയ്യുമ്പോ, അടുക്കളയിലായിരിക്കുമ്പോ, മറ്റു ജോലികളിൽ ഏർപ്പെടുന്ന നേരത്തൊക്കെയും നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള അവസരങ്ങളില്ലയോ? ചൊല്ലിക്കോ. ദുനിയാവ് രക്ഷപ്പെടാനത് മതി, പരലോകം രക്ഷപ്പെടാൻ അത് മതി. ഹബീബായ നബി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലാൻ ഭാഗ്യമുള്ളവൻ അല്ലാഹു തആല നന്മ ചെയ്തവനാണ്. അതിലേക്ക് നമുക്ക് കൂടാൻ കഴിയണം. എന്റെ സദസ്സിലാണുങ്ങളെന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. മഹാനരായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, മഹാനരായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഒരു സ്ത്രീ വന്നു. അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകി പ്രയാസപ്പെട്ടുകൊണ്ടാണ് വന്നത്. തങ്ങളെ, താബിഈങ്ങളുടെ നേതാവായ മഹാന്മാരായ സ്വഹാബത്തിനെ കാണാൻ ഭാഗ്യം കിട്ടിയ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോറ്റിയ മോനാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. അവരെ കാണാൻ വരുകയാണ്. തങ്ങളെ, ഞാനൊരു വലിയ സങ്കടത്തിലാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം വന്നു, ഉമ്മ, നിങ്ങളിങ്ങനെ കരയുന്നതെന്തിനാണ്? നിങ്ങളെ പ്രയാസപ്പെടാതെ കാര്യം പറഞ്ഞോ? ആ ഉമ്മ പറയുകയാണ്, തങ്ങളെ,
എൻ്റെ മകള് മരണപ്പെട്ടുപോയി. എൻ്റെ മകള് ലോകത്തോട് വിട പറഞ്ഞുപോയി. ആ മകളുടെ വിടവാങ്ങൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ആ പ്രയാസം താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ സങ്കടപ്പെട്ട് രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോ ഞാനൊരു വല്ലാത്ത കാഴ്ച കണ്ടുപോയി. എൻ്റെ മകളുടെ ഖബർ അദാബ് നിറഞ്ഞു നിൽക്കുന്നു. നരകത്തിന്റെ വാതിലുകൾ അങ്ങോട്ട് തുറന്നു കിടക്കുന്നു. അതാ മലക്കുകളിൽ നിന്ന് അദാബ് ഏറ്റുവാങ്ങുകയാണ്. അവള് നരകത്തിലാണെന്നറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാനാകുന്നില്ല. അവരും മരണപ്പെട്ടത് തന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്റെ മകളുള്ളത് നരകത്തിലാണെന്നറിയുന്നു. അതേ, അവളുടെ ഖബർ അദാബ് നിറഞ്ഞു നിൽക്കുന്നു. ആ അദാബുകൾ കാണുമ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം വരികയാണ്. താങ്ങാനാകുന്നില്ല. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ, ഏത് മാതാവിനാണ് അങ്ങനെ ഒരു കാഴ്ച താങ്ങാൻ കഴിയുക? ഖബറിൽ കിടന്ന അദാബിന്റെ ഇടയിൽ തന്റെ പ്രിയപ്പെട്ട മകള് വല്ലാതെ സങ്കടപ്പെടുന്ന കാഴ്ച എങ്ങനെയാണ് താങ്ങാൻ കഴിയുക? ഹസനുൽ ബസരി തങ്ങളതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മ, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ദുആ ചെയ്തോ ഉമ്മ. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. മഹാനരായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തുകൂടി നടന്നു പോകുമ്പോ തന്നെ കാണാൻ നിറകണ്ണുകളോടെ വന്ന ഉമ്മയുണ്ടല്ലോ, അവരതാ സന്തോഷവതിയാണ്. അവരുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ, നിങ്ങളുടെ മോളുടെ മേലെ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തോ? അവരുടെ അവസ്ഥ എന്താണെന്നറിഞ്ഞോ? ഉടനെ മറുപടി വന്നു, തങ്ങളെ, ഞാൻ അവളെ പിന്നെയും എൻ്റെ മനാമിൽ കണ്ടുപോയി. രണ്ടാമത് ഞാൻ കാണുമ്പോൾ ആദ്യം കണ്ട അദാബുകളൊന്നും അവൾക്കില്ല. ഖബറിലാളുന്ന തീയില്ല, മലക്കുകളില്ല, പ്രയാസത്തിന്റെ വാതില് തുറന്നിട്ടില്ല. അതേ, സന്തോഷവതിയാണ്, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിലാണ്, സമാധാനത്തിലാണ്. എൻ്റെ ഹൃദയം കുളിർന്നുപോയി. ആ ഉമ്മ പറയുകയാണ്, ഞാൻ എൻ്റെ മോളെ രണ്ടാമത് കണ്ടപ്പോ അവള് സന്തോഷിക്കുന്ന നേരത്ത് ഞാനങ്ങ് ചോദിച്ചു, മോളെ, കുറച്ചു നാള് മുമ്പ് നിന്നെ കാണുമ്പോ നീ നരകക്കുണ്ടിലാണ്, ഇപ്പൊ നീ സ്വർഗത്തിലാണ്. അതിന്റെ കാരണം എന്താണ്? അതാ മോള് പറഞ്ഞു, ഉമ്മ, ഈ ഖബർസ്ഥാനിലൂടെ ഒരു മനുഷ്യനൊരിക്കൽ നടന്നുപോയി. അയാള് ഹബീബായ നബി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലി. ആ സ്വലാത്ത് ഖബറാളുകൾക്ക് ഹദിയ നൽകി. ഞാനുൾപ്പെടെ 100 കണക്കിന് ആളുകൾ ഇവിടെ അദാബിലായിരുന്നു. ഉമ്മ, അയാളുടെ സ്വലാത്ത് പരിഹരിച്ചുകൊണ്ട് അല്ലാഹു മാപ്പ് ചെയ്തുപോയി. അയാളുടെ സ്വലാത്ത് പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ഖബറുകളിലെ അദാബ് നീങ്ങിപ്പോയി. അല്ലാഹു സമാധാനത്തിന്റെ വാതിൽ തുറന്നു നൽകി. മഹാരായ
ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഹബീബായ നബി തങ്ങളെ മേലെയുള്ള സ്വലാത്തിന് നമ്മൾ വിചാരിക്കുന്ന പ്രതിഫലമൊന്നുമല്ല, അതിനേക്കാൾ മേലെയാണ് അല്ലാഹു തആല പ്രതിഫലം നൽകുന്നത്. അത് കാരണം ഖദറുൽ അദാബുകളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്, നമ്മുടെ ഹൃദയങ്ങൾ നന്നാവുകയാണ്. അതിനെല്ലാം ഉപരി ഹബീബായ നബി തങ്ങൾ നാളെ നമ്മെ തിരിച്ചറിയാനുള്ള അടയാളമാണ്. ഖിയാമത്ത് നാളിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ ഒരുപാട് സ്വലാത്തുകൾ എനിക്ക് ചൊല്ലിയവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ തിരിച്ചറിയണം, അവിടുന്ന് നമ്മുടെ കൈ പിടിക്കണം, നമുക്ക് ലിവാഉൽ ഹംദിന്റെ കീഴിലിടം നൽകണം, ഹൗദുൽ കൗസർ നൽകണം, അവിടുന്ന് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മയും ചേർത്ത് നിർത്തണം. ആഗ്രഹമുണ്ട് ചൊല്ലിക്കോ ഹബീബായ തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലിക്കോ. രാവും പകലും നാവുകൊണ്ട് പറ്റാവുന്ന അത്രയും സ്വലാത്ത് ചൊല്ലിക്കോ. അതിലൂടെ ഹൃദയം നന്നായി കിട്ടും, ചെയ്ത അപരാധങ്ങൾക്ക് മാപ്പ് കിട്ടും, കൽബ് തെളിഞ്ഞു കിട്ടും, കാമിലായ ഈമാൻ കിട്ടും. മരിക്കുന്ന നേരത്തെ ഹബീബായ നബിതങ്ങളിൽ നിന്നുള്ള സൗഭാഗ്യങ്ങൾ കിട്ടും. മുഅ്മിനേ, ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ചോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. നബിതങ്ങളെ തിരിച്ചറിയുന്നവരായി സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒന്നിച്ചു കൂട്ടിത്തരട്ടെ. ചൊല്ല് സ്വല്ലല്ലാഹു അലാ